ഒരു ഫീല് തന്നെ യഥാർത്ഥത്തിലുണ്ട്. പിന്നെ ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നാട്ടിലിപ്പോൾ ചൂടാണ്. അപ്പോൾ പെട്ടെന്ന് ഇവിടെ തണുപ്പിലോട്ട് വന്നപ്പോൾ സെറ്റർ ഇല്ലാതെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മാത്രം കൂട്ടത്തിലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കൂട്ടത്തിൽ പിഴയെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ പിഴയായിട്ടിരിക്കുന്നു. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. എന്തായാലും എല്ലാവരും എഴുത്തുകാരാണ്, ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള മനുഷ്യരാണ്. ഇവിടെ തന്നെ ഇപ്പോൾ ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടു, കഥാ സമാഹാരം. കുറേയധികം പേരുടെ കഥകൾ ആ ബുക്കിലുണ്ട്, ഞാൻ വായിക്കാം. എന്തായാലും അത്തരത്തിലുള്ളൊരു നമ്മുടെ ഒരു ഡ്യൂട്ടി നാടുകൊണ്ട് കഴിയുമ്പോഴും സാഹിത്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും നമ്മുടെ ഒരു ഡ്യൂട്ടി നമ്മളാരും മറക്കുന്നില്ല. അത് ഇപ്പം നിങ്ങളുടെയൊക്കെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം, ഇതൊരു സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ബുക്കാണെന്നുള്ളതാണ്. അപ്പോൾ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എത്തിച്ചേരുന്നതാണ്, ഇപ്പം ജീവിതത്തിൽ നമ്മൾ എത്തിച്ചേരുന്നതാണ് ഓരോ മേഖലയും. ഇപ്പോൾ ഇവിടെ 10-30ഓളം പേര് ഇവിടെ ഉണ്ടാവും. ഈ 30 പേരും 30 മേഖലയിലേക്ക് എത്തപ്പെട്ടവരാണ് ജീവിതത്തിൽ. നമ്മൾ ചിലപ്പോൾ ബോധപൂർവ്വം തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടാവും, തിരഞ്ഞെടുക്കുന്നുണ്ടാവും നമ്മൾ ഓരോ മേഖല. ഇപ്പോൾ ഡോക്ടറാകുന്ന ഒരാൾ ചെറുപ്പം മുതലേ അങ്ങനെ പഠിച്ചായിരിക്കും ഡോക്ടറാകുന്നത്, ഡോക്ടർ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ വരുന്നവരുണ്ട്. പക്ഷെ എഴുത്തിൻ്റെ മേഖലയിലേക്കും കലയുടെ മേഖലയിലേക്കും അല്ലെങ്കിൽ സർഗാത്മകതയുടെ വിവിധ അടരുകളിലേക്കും എത്തപ്പെടുന്നത് വളരെ യാദൃശ്ചികമായിരിക്കും. അതൊരിക്കലും നമുക്ക് മാർക്ക് എഴുതി വാങ്ങി നമുക്കൊരു കവിയാകാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു കഥാകാരനായിട്ട് പരീക്ഷ പാസ്സായിട്ട് നമുക്ക് കഥാകാരനാകാൻ കഴിയില്ല. ചിത്രകാരനിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കും, ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച സർട്ടിഫിക്കറ്റ് കിട്ടും. എന്നാൽ കവിക്കാണെങ്കിൽ അല്ലെങ്കിൽ എഴുത്തുകാർക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റും ഇല്ല. കഥയ്ക്കും അല്ല ചിത്രത്തിനും ശില്പത്തിനും കിട്ടുന്ന പോലെ അങ്ങനെ സർട്ടിഫിക്കറ്റും ഇല്ല, പോസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കാര്യമല്ല. പിന്നെ നമ്മളുള്ളത് പ്രതിഭാംശമാണ്. ആ പ്രതിഭാംശത്തെ നമ്മുടെ ഒരു സമർപ്പണം കാരണം ആ പ്രതിഭാംശത്തെ നമ്മൾ തന്നെ വളർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ശരിക്കും ഒരു സാഹിത്യ പ്രവർത്തനം അല്ലെങ്കിൽ സർഗാത്മക പ്രവർത്തനം എന്നുള്ള കാര്യം നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എൻ്റെ മുഖ്യ സംഘടനയായിട്ടുള്ള സലിമേട്ടൻ തന്നെയാണ്. സലീം അത് വളരെ അത്ഭുതമായി. അദ്ദേഹം ട്രാൻസ്ലേഷൻ രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ വരുന്ന വഴിക്ക് ബസ്സിലിരുന്ന് കന്നഡ ഭാഷയുടെ ബോർഡുകൾ കാണുമ്പോൾ എനിക്ക് ഗ്രൂപ്പ് ഡാൻസിൻ്റെ ഒക്കെ ഫോട്ടോ കാണുമ്പോൾ തോന്നുന്നു. ഭയങ്കര ഈ നൃത്തം, സ്ത്രീകളുടെ വലിയ സംഘനൃത്തം പോലെ ബോർഡ് അക്ഷരങ്ങളിങ്ങനെ കാണും. ഇത് കണ്ടുകെട്ടിങ്ങനെ വരിക എന്നുള്ളതല്ല എനിക്കൊരു കാര്യം പിടികിട്ടുന്നില്ല. അപ്പോഴാണ് കന്നഡ ഭാഷയിലുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ബുക്കാക്കുന്നു. ഇവിടുത്തെ സാഹിത്യ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ടുണ്ട്, അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, അത് ബുക്കാക്കുന്നു. അതൊക്കെ വലിയ സംഭാവനയാണ്. ഒരു ജന്മത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവനയാണ്. പ്രത്യേകിച്ച് 2 ഭാഷകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പാലമായിട്ട് മാറുക എന്ന് പറയുന്നത് വലിയ പ്രവൃത്തിയാണ് ലോകത്ത്. ശരിക്കും ഈ ഭാഷകൾ എന്ന് പറയുന്ന ഈ ഭാഷ തന്നെ നമ്മൾ ഈ വേറൊരു ഗ്രഹം പോലെയാണ്, ഇല്ലേ? പല ഗ്രഹങ്ങൾ പോലെയാണ് ഓരോ ഭാഷ നിൽക്കുന്നത്. അത്രത്തോളം അന്യമാണ്, നമുക്ക് പഠിക്കാതെ ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ല, നൃത്തം ചെയ്യുന്ന സ്ത്രീകളെ ഇങ്ങനെ കണ്ട് ബോഡിയിൽ ഇങ്ങനെ ഗ്രൂപ്പ് ഡാൻസ് കണ്ട് ഇങ്ങനെ വരിക. തമിഴ് കാണുമ്പോഴും അങ്ങനെ, അല്ലെങ്കിൽ ആന്ധ്രയിലെ ഭാഷകൾ, തെലുങ്ക് ഭാഷ കാണുമ്പോഴെല്ലാം അങ്ങനെയാണ്. ലോകത്തിലുള്ള വിവിധ ഭാഷകൾ, ചൈനീസ് ഭാഷയും ജപ്പാൻ ഭാഷയും നമുക്കറിയാം. അത് വേറൊരു തരം നമ്മുടെ കണക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നത്, ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നത്. ഇതിനിടയ്ക്കൊക്കെ കൺജംഷനായിട്ട് മാറുക, പാലമായിട്ട് മാറുക എന്ന് പറയുന്നത് വലിയൊരു പ്രവൃത്തിയാണ്. അതും നിങ്ങളെല്ലാവരും സലിമേട്ടനെ പോലെ എല്ലാവരും ചെയ്യുന്നില്ലെങ്കിൽ പോലും ഏറിയും കുറഞ്ഞും ആ പ്രവൃത്തി ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്ന, നിങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം ശരിക്കും നിങ്ങളുടെ സ്ഥലമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയുടെ സ്ഥലമല്ല. ഇത് വേറൊരു ഭാഷയിൽ പെടുന്നൊരു സ്ഥലത്ത് കാണുന്ന കാഴ്ചകളാണ് നമ്മൾ കഥകളായിട്ട് മാറ്റുന്നത്, അല്ലെങ്കിൽ കഥകളായിട്ട് മാറ്റുന്നത്. അതൊരു ഭാഷയിൽ നിന്നുകൊണ്ട് നമ്മൾ മറ്റൊരു ഭാഷയുടെ ഇടത്തിലേക്ക് നോക്കിയിട്ട് ആ ഒരു അനുഭവ ലോകത്തെ, എഴുത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ പകർത്തുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒട്ടും മോശമായൊരു കാര്യമല്ല, അല്ലെങ്കിൽ വളരെ അഭിനന്ദിക്കുന്ന ഒരു കാര്യമാണ്. മലയാളത്തിൽ, കേരളത്തിൽ താമസിച്ചുകൊണ്ട് കേരളത്തിൽ എഴുതുന്നത് പോലെ അല്ല ഇത് മറ്റൊരു അനുഭവ ലോകം പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നോക്കിക്കാണുന്നത്. അപ്പോൾ അതിൽ എല്ലാവരെയും ഇന്നത്തെ കുറച്ച് പുസ്തകങ്ങൾ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ രജത്തിൻ്റെ കഥാപുസ്തകം കിട്ടിയിട്ടുണ്ട്, വെണ്ണണി സുരേന്ദ്രൻ ചേട്ടൻ്റെ പുസ്തകം കിട്ടിയിട്ടുണ്ട്,
നെന്മണി ഇപ്പോൾ പറഞ്ഞു വന്നപ്പം ഞങ്ങൾ അടുത്തടുത്ത പഞ്ചായത്തുകാരാണ്. ഒരു ആറിൻ്റെ അക്കരെ ചേട്ടൻ താമസിക്കുന്നു, ചേട്ടൻ്റെ സ്ഥലം, ആറിന് ഇക്കരെ എൻ്റെ സ്ഥലം, ഇത്രത്തോളം അടുപ്പവും. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് കേരളത്തിൽ താമസിച്ചുകൊണ്ട് എന്നെപ്പോലുള്ള മനുഷ്യർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇത് കുറച്ചുകൂടെ പ്രയാസമുള്ള കാര്യമാണ്. പിന്നെ സുദേവ് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ വേറൊരു പരിസ്ഥിതി, വേറൊരു സാമൂഹ്യ ലോകവും ഒക്കെയാണ്. ഇവിടെ നിന്നുകൊണ്ടും കാര്യം പറയുന്നതിന് നമ്മുടെ കഥകളിലും കവിതകളിലൊക്കെ അത്തരം വരികളൊക്കെ എഴുതുന്നതിനൊക്കെ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ സ്വാഭാവികം അനുഭവിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഇത് കേരളം ഇന്ത്യയിലെ ഏറ്റവും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്ന സർഗാത്മക മനുഷ്യർക്കും കലാകാരന്മാർക്കൊക്കെ ഏറ്റവും സ്വാതന്ത്ര്യം അനുഭവിച്ചിരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കേരളമാണല്ലോ ഇന്ത്യയിൽ അവശേഷിക്കുന്ന സ്ഥലം. അപ്പം അതിൻ്റെ ഒരു അത് വഷളാക്കുന്ന മനുഷ്യരൊരാളാണ് ആ ഒരു സ്വാതന്ത്ര്യം. പക്ഷെ കേരളം വിട്ടു കഴിയുമ്പോൾ അങ്ങനെയല്ല, എൻ്റെ ഒരു അവസ്ഥ അതല്ല. ഇപ്പോൾ സുദേവ് എടുത്തു പറഞ്ഞ ചില കവിതകൾ ഇതൊക്കെ എഴുതാൻ എനിക്ക് പറ്റിയത്, അല്ലെങ്കിൽ എന്നെപ്പോലെ വേറൊരാൾക്ക് അത് പറ്റുന്നത് കേരളത്തിൽ ജീവിക്കുന്നതാണ്. കേരളത്തിന് വെളിയിൽ ജീവിക്കുന്ന ഒരാൾക്ക്, കേരളത്തിന് വെളിയിൽ ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ആ വ്യക്തിയുടെ മാനസികാവസ്ഥ മറ്റൊന്നായിരിക്കും, എഴുത്തിലുള്ള നിലപാട് മറ്റൊന്നായിരിക്കും. അത് ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ കൽബുർഗിയുടെ നാടുകൂടി ഇല്ലേ, കൽബുർഗി ഇവിടെ ഇല്ലേ, കർണാടകയിലല്ലേ, കൽബുർഗിയുടെ നാട് ഇതാണ്, ഗൗരി ലങ്കേഷിന്റെ നാട് ഇതാണ്. അവരുടെയൊക്കെ അനുഭവം മുന്നേറിക്കൊണ്ട് തീർച്ചയായിട്ടും മുന്നേറിക്കൊണ്ട് അപ്പോൾ കേരളത്തിൽ കിട്ടുന്നതിൻ്റെ ഒരു നമുക്ക് എന്തിനാ കയറി വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു രീതിയുണ്ട് സുദേവി പറയുമ്പോഴൊക്കെ അതോടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഓടി നടത്തുന്നത്. പിന്നെ അതിലൂടെ ഈ ചെറുപ്പകാലം പോലെ നമ്മൾ ഈ വിപ്ലവ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ കിട്ടുന്നൊരു ഊറ്റവും ഇല്ലേ, അതുകൊണ്ടാണ് ഈ ഓടി നടക്കുന്നത്. തെക്കോടൊക്കെ ഇങ്ങനെ ഓടി നടന്ന് എന്തും പറ്റുമെന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ എഴുതുന്നു, ഇടപെടുന്നു. ഇത് ഒരുപാട് പേര് അവിടെ ചെയ്യുന്നു. സാഹചര്യം പുലിപ്പുഴയൊക്കെ കണ്ടില്ലേ, കേരളത്തിന് വെളിയിലാണെങ്കിൽ ഇപ്പം എത്രാമത് ചരമവാർഷികം ആഘോഷിക്കുന്നതാണ് പുലിപ്പുഴയുടെ. ഈ ഗൗരി ലങ്കേഷിന്റെ ഒക്കെ കൂട്ടത്തിൽ തന്നെ പേര് വെച്ചിട്ട് ഇല്ലേ, പുലിപ്പുഴയുടെ ചരമവാർഷികം നമ്മൾ എന്നേ ആചരിക്കേണ്ട സമയമായി. കേരളത്തിന് വെളിയിലാണ് അത് ശ്രീപരനും അറിയാം, നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഒരു പ്രതികൂല സാഹചര്യത്തിൽ നിൽക്കുന്ന എഴുത്തുകാരെന്നുള്ള നിലയിൽ, ആവിഷ്കാരം ചെയ്യുന്ന മനുഷ്യരെന്നുള്ള നിലയിൽ നിങ്ങളെ മുഴുവൻ പേരും വർദ്ധിച്ച ബഹുമാനത്തോടെ തന്നെ ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ്. ഇതാണ് ഞാൻ ഈ പറഞ്ഞു വന്നൊരു കാര്യം. കാരണം അത് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലും അത്തരം ഒരു പ്രത്യേകത, വളരെ പ്രത്യേകത നിലനിൽക്കുന്ന ഒരു തലത്തിലുമാണ് നിങ്ങൾ ജീവിക്കുന്നത്. അവിടെ നിന്നാണ് നിങ്ങൾ സൃഷ്ടിപരതയെ നിങ്ങൾ വളർത്തിയെടുക്കുന്നുള്ളതാണ് സല്യൂട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ചില കവിതകളൊക്കെ പരാമർശിച്ചു, സിനി പരാമർശിച്ചു, സുദേവും പരാമർശിച്ചു. പ്രണയ കവിതയുടെ പുസ്തകമാണിത് നമ്മൾ ചർച്ചയ്ക്ക് വെച്ചത്. 50 പ്രണയകവിതകളുണ്ട്. ഈ 50 പ്രണയകവിതകൾ ഒറ്റയിരിപ്പിന് എഴുതിയ 50 അല്ല. അപ്പോൾ അത് കമാരൊക്കെ കഴിയുന്ന കാലത്ത്, കമാരത്തിൻ്റെയൊക്കെ അവസാന കാലം വരെ എഴുതിയിട്ടുള്ള കവിതകളാണ്. നമുക്ക് ഈ അടുത്ത സമയത്ത് എഴുതിയിട്ടുള്ള കവിതകൾ, ഇപ്പം സിനി എടുത്ത് പറഞ്ഞ കൊമ്പൻ കവിതയൊക്കെ അടുത്ത കാലത്തായിട്ടുള്ള അങ്ങനെയാണ് കാട്ടിയത്. ഇത് ചില്ലാട്ടം എന്ന കവിതയുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ പ്രണയകവിതകൾ ഏറ്റവും പഴയ കവിത ചില്ലാട്ടമാണെന്ന് തോന്നി ഈ ബുക്കിലുള്ളത്. അപ്പം അതെൻ്റെ ഒരു 18ാമത്തെ വയസ്സിലൊക്കെ എഴുതിയൊരു കവിതയാണ്. 18ാമത്തെ വയസ്സിലൊക്കെ എഴുതിയത് ഒരു 4-5 വർഷം കൊണ്ടാണ് അത് ഈ ഒരു രൂപത്തിലോട്ട് എത്തിയിട്ടുള്ളത്. 4-5 വർഷം കൊണ്ട് രൂപപ്പെട്ടു വന്നൊരു കവിതയാണ്. അതിൻ്റേത് പ്രണയ സമയത്ത്, എൻ്റെ പ്രണയകാലത്ത് എഴുതി തുടങ്ങിയ ഒരു പ്രണയകവിതയാണത്. അപ്പോൾ അതിനത്രയും പഴക്കമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പല കാലത്ത് എഴുതിയിട്ടുള്ള നമ്മുടെ കവിതകളാണ്. അപ്പോൾ പ്രണയം തീർച്ചയായിട്ടും ഒരു കേവലമായ കാര്യമൊന്നുമല്ല, ഒരു അനുഭൂതിയുടെ ഒരു കാര്യം മാത്രമൊന്നുമല്ല. പ്രണയം നമ്മുടെ രാജ്യത്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ്, പ്രോബ്ലം കൂടിയാണ്. നമ്മുടെ ആസ്വാദനത്തിൻ്റെയും കാൽപ്പനികതയുടെയൊക്കെ ഒരു തലം കൊണ്ട് വിട്ടിട്ട് പോലും പ്രണയം ആളെ കൊല്ലിക്കൂടിയാണ് അല്ലേ. ആളെ കൊല്ലി എന്ന് പറഞ്ഞാൽ പ്രണയികൾക്കും പരസ്പരം കൊല്ലുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അത് നാട്ടുകാർ പ്രണയത്തെ തല്ലിക്കൊല്ലാൻ വേണ്ടി കൂടി നടക്കുന്നു ഇല്ലേ. പ്രണയികളെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലാൻ വേണ്ടി നാട്ടുകാർ സംഘടിച്ചിറങ്ങുന്ന പോലെ പ്രണയികളെ തല്ലിക്കൊല്ലാൻ പത്തരുമായിട്ട് ബന്ധുക്കൾ ഇറങ്ങി നടക്കുന്ന രാജ്യം കൂടിയാണ്. ഒരുപാട് പേര് പ്രണയിക്കുന്നതിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്നതാണ്. പ്രണയത്തിൻ്റെ പേരിൽ, സ്നേഹിക്കുന്നതിൻ്റെ പേരിലാണ്. അവരുടെ ഒരു മകളെ
നമ്മളുടെ പരമാവധി സ്നേഹമാണ് കൊടുക്കുന്നത്. പക്ഷെ ആ സ്നേഹം പ്രതിക്കൂട്ടിലാകുന്ന ഒരു രാജ്യം കൂടിയാണ്. ഒരു മകളോട്, ഒരു പെണ്ണിനോട് ഒരു പുരുഷന് തോന്നുന്ന ഇഷ്ടം എന്ന് പറയുന്നത് പരമാവധി സ്നേഹം കൊടുക്കുമ്പോഴാണ് തിരിച്ചും അവർ ഒരു റിലേഷനിലേക്ക് എത്തുന്നത്. പക്ഷെ ആ സ്നേഹത്തെയാണ് നമ്മൾ ഈ രാജ്യത്ത് പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടി വരുന്നത്, അല്ലെങ്കിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. അങ്ങനെ ഒരു സാമൂഹ്യ വശം കൂടി തീർച്ചയായിട്ടും പ്രണയത്തിനുണ്ട്. അപ്പോൾ അതൊക്കെ സൂചിപ്പിക്കുന്ന കൂടെ എടുത്തു പറഞ്ഞ അളിയൻ എന്ന് പറയുന്ന കുഞ്ഞു കവിത ഉംബ്രികൾ എന്നുള്ള പേരിലാണ് ഞാൻ ഇതിൽ എഴുതാറുള്ളത്. ചെറിയ കവിത, ദീർഘമായ കവിതകൾക്കൊപ്പം തന്നെ ഗദ്യകവിതകൾ എഴുതുന്നുണ്ട്. ഗദ്യകവിതകൾക്കൊപ്പം ഈ കുഞ്ഞു കവിത എന്ന് പറഞ്ഞാൽ ഈ കുരിപ്പുഴ മലയാളത്തിൽ തുടങ്ങിയ നഗ്നകവിതകൾ നമുക്കറിയാം. ഒരുപാട് നഗ്നകവിതകൾ നമുക്കറിയാം കുരിപ്പുഴ. അപ്പോൾ ആ നഗ്നകവിത പ്രസ്ഥാനത്തിൽ വരുന്ന കവിതകളാണ് ഈ എൻ്റെ ഉംബ്രികൾ എന്ന് പറയുന്ന സീരീസ്. ആ ഉംബ്രികൾ എന്ന് പറയുന്നതൊരു കുട്ടനാട് പ്രയോഗമാണ്. എൻ്റെ അച്ഛൻ്റെ വീടൊക്കെ കുട്ടനാടാണ്, തിരുവല്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടനാടൻ പ്രയോഗങ്ങൾ ഒരുപാട് ഈ കവിതകളൊക്കെ വരുന്നുണ്ട്. ഉംബ്രികൾ എന്ന് പറയുന്നത് സ്മോൾ തിങ് എന്നാണ് എൻ്റെ അർത്ഥം, ഏറ്റവും ചെറുത്. ഉംബ്രിക്കോളം എന്നൊക്കെ ഇവിടെ പ്രയോഗമുണ്ട്, ഏറ്റവും ചെറുതെന്നുള്ള അർത്ഥം. അപ്പോൾ അതിലൊരു കവിതയാണ് ഈ അളിയൻ എന്ന് ഇവിടെ വായിക്കപ്പെട്ട കവിത. പെങ്ങളോടുള്ള പ്രേമം അറിഞ്ഞപ്പോൾ പെങ്ങളുമായുള്ള ഹലോ പെങ്ങളുമായുള്ള പ്രേമം പറഞ്ഞപ്പോൾ മുതൽ UP സ്കൂള് തൊട്ടുള്ള അളിയാവിളി അവനങ്ങ് നിർത്തി. പെങ്ങളുമായുള്ള പ്രേമം അറിഞ്ഞപ്പോൾ മുതൽ UP സ്കൂള് തൊട്ടുള്ള അളിയാവിളി അവനങ്ങ് നിർത്തി. ബാക്കി എല്ലാവരെയും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിളി. പെങ്ങടെ കെട്ടിയോനായിട്ടും എന്നെ പിന്നെ പേരാണ്. ബാക്കി എല്ലാവരെയും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിളി. പെങ്ങടെ കെട്ടിയോനായിട്ടും എന്നെ പിന്നെ പേരാണ്. താഴുന്നതെങ്ങനെ അളിയൻ താഴേന്നാകുന്നു, താഴുന്നതെങ്ങനെ അളിയൻ താഴേന്നാകുന്നു എന്നാണ് കവിത. ഒരേ സമയം അതൊരു പ്രണയോദയമാണ്, അതേസമയം തന്നെ അതൊരു സാമൂഹികോദയം രാഷ്ട്രീയോദയം കൂടിയാണ്. പ്രണയത്തിൻ്റെ ഇന്ത്യൻ സാഹചര്യത്തെയാണ് കവിതയിലൂടെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചത്. ഇതുപോലെ തന്നെ ഒരു ഉംബ്രി കവിത ഇതിനകത്ത് കാണുന്നത് ഇപ്പോഴുള്ള യാത്ര എന്ന് പറയുന്ന കുഞ്ഞു കവിത. അതായത് അവളെ ട്രെയിൻ കയറ്റി വിട്ടിട്ട് അവനൊരു ഓട്ടോയിൽ മടങ്ങിപ്പോയി. അവളെ ട്രെയിൻ കയറ്റി വിട്ടിട്ട് അവനൊരു ഓട്ടോയിൽ മടങ്ങിപ്പോയി. ഈ ചെറിയ വ്യത്യാസം കാണുമായിരിക്കും, വായിക്കാൻ ക്ലിയറായിട്ട്. അവളെ ട്രെയിൻ കയറ്റി വിട്ടിട്ട് അവനൊരു ഓട്ടോയിൽ മടങ്ങിപ്പോയി. അവളിപ്പോൾ ആ ഓട്ടോയിലും അവനിപ്പോൾ ആ ട്രെയിനിലുമായി സഞ്ചരിക്കും. അവളിപ്പോൾ ആ ഓട്ടോയിലും അവനിപ്പോൾ ആ ട്രെയിനിലുമായി സഞ്ചരിക്കും. ഇതൊരു കുഞ്ഞുകഥ. അപ്പം മറ്റേ തുറന്ന് ഓർക്കുന്നുള്ളേ ഉള്ളൂ. എന്തായാലും ഞാനൊരു 2 കവിതകൾ ആദ്യം ചൊല്ലാം. പിന്നെ ഇതെല്ലാം എൻ്റെ കവിത, എൻ്റെ അനുഭവങ്ങളല്ല കേട്ടോ, അങ്ങനെ കാര്യം തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇത് സത്യസന്ധത ഇല്ലാത്തൊരു കാര്യങ്ങളാണ്. അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളത് വിശ്വസിക്കും. പക്ഷേ സത്യസന്ധമായിട്ട് വാക്കുകളും ജീവിതം കൊണ്ടുപോകണമെന്നുള്ളൊരു നിർബന്ധമുണ്ട്. ഇതെല്ലാം എൻ്റെ അനുഭവങ്ങളല്ല. എൻ്റെ പ്രണയത്തിൽ നിന്നും ഒരുപാട് കവിതകൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഇപ്പോൾ തൂവാനം പോലെയുള്ള, ചിലാട്ടം പോലെയുള്ള കവിതകളാണ് എനിക്ക് കവി എന്നുള്ളതിൽ ആദ്യം ഒരു സ്വീകാര്യതയും പരിചയം കോണ്ടാക്റ്റാണ് കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികം ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് വലിയൊരു അടുപ്പം കിട്ടും, സ്വാതന്ത്ര്യം കിട്ടും. അതിൻ്റെ പേരിൽ, ഈ പ്രണയകവിതകളുടെ പേരിൽ ഒരുപാട് പേരുടെ കോഴ്സ്, ഈ കോളുകൾ, അവരുടെ പ്രണയ സംഘർഷങ്ങളൊക്കെ പറയാനും പ്രണയാനുഭവങ്ങൾ പറയാനും, നമ്മളിതൊന്നും വായിക്കാത്ത എത്രയും ഭീകരമായ പ്രണയാനുഭവങ്ങളാണ് പലരുടേതും. അതൊക്കെ എഴുതുമായിരിക്കാം, പിന്നീട് എപ്പോഴെങ്കിലൊക്കെ അത് എഴുതേണ്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. വല്ലാതെ നമ്മളെ പടഞ്ഞു പോകുന്ന, കേൾക്കുമ്പോൾ നമ്മൾ പടഞ്ഞു പോകുന്ന പ്രണയാനുഭവങ്ങളുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ ഉടനെ ഇരുന്ന് എഴുതുക എന്നുള്ളതല്ല, എപ്പോഴെങ്കിലും അത് സംഭവിച്ചിട്ടുള്ള രീതിയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഈ ഷേക്സ്പിയർ പറഞ്ഞിട്ടുള്ള പോലെ, അല്ല മിൽട്ടൺ പറഞ്ഞിട്ടുള്ള പോലെ, ഒരു മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത്ര സ്വാഭാവികമായിട്ട് നിങ്ങളിൽ നിന്ന് കവിത വരുന്നില്ലെങ്കിൽ അത് വരാതിരിക്കട്ടെ എന്ന് തന്നെ തീരുമാനിക്കുന്നതല്ല നമുക്ക് ഇത്തരത്തിൽ വാചകമല്ല. ഒരു മരത്തിൽ നിന്ന് ഇലകൾ വീഴുന്നത്ര സ്വാഭാവികമായിട്ട് നിങ്ങളിൽ നിന്ന് കവിതകൾ വരുന്നില്ലെങ്കിൽ ആ കവിത വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം അത്രയും സ്വാഭാവികമായിട്ട് തന്നെ സംഭവിക്കേണ്ട കാര്യം, ബോധപരമായ ഒരു കാര്യമില്ല. ഇപ്പൊ ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് ഉണ്ടാക്കുന്ന ഒരു
വല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷകിട്ടാനും കൂടെ വേണ്ടിയായിരിക്കും ചിലപ്പോൾ നമ്മളതൊക്കെ എഴുതുന്നത്. ഇപ്പോൾ അനാമിക എന്ന് പറയുന്ന കവിത, പരാമർശിക്കപ്പെട്ട കവിത, പ്രണയം, അത് ട്രെയിൻ യാത്രയിൽ ഉണ്ടാകുന്ന ഈ ശലഭപ്രണയം എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്. ഈ 3-4 ദിവസത്തെ ട്രെയിൻ യാത്ര ഉണ്ടല്ലോ, വടക്കേരി നിന്നൊക്കെ വരുന്ന ഒരു ട്രെയിൻ യാത്ര, ഇതിനിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രണയം, കുഞ്ഞു പ്രണയം, ശലഭപ്രണയം പോലെ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രണയമുണ്ട്. 2-3 ദിവസം കൊണ്ട് ഒരു പിരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊന്നും വ്യക്തിപരമായിട്ടുള്ള അനുഭവമല്ല, അത് കൂട്ടുകാരുടെ അനുഭവം. വടക്കേരിയിലൊക്കെ പോയിട്ട് ഡൽഹിയിലൊക്കെ പോയി ജീവിക്കുന്ന കൂട്ടുകാർ വരുമ്പോൾ അവരുടെ പ്രശ്നമാണ്. അവരിങ്ങനെ ഒരു പെണ്ണിനെ പിരിഞ്ഞിട്ട് വന്ന് ഒരാഴ്ചയെങ്കിലും അതിൻ്റെ ഹാർമോണിങ്ങിൽ നിൽക്കുന്നൊക്കെ ഒരുപാട് സംഭവമുണ്ട്. അപ്പോൾ അതാണ് പിന്നീട് ഈ അനാമിക കവിതയായിട്ട് മാറിയിട്ടുള്ളത്. അങ്ങനെ ഓർമ്മപ്പാട് എന്ന് പറഞ്ഞ കവിത, ഇവിടെ പരാമർശിക്കപ്പെട്ട കവിത, അതൊക്കെ ഇത്തരം സുഹൃത്തുക്കളുടെ പങ്കുവെക്കലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എഴുത്തുകളാണ്. അത് അവരോടുള്ള ഐക്യദാർഢ്യമാണ് എന്നാണ് പറയാനുള്ളത്. ആദ്യം ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത് തൂവാൻ. അപ്പോൾ തൂവാന ആദ്യം ചൊല്ല. ഇന്നലെ